ദൈവേതിരിക്കുന്നതായ ആ മഹാമന്ത്രത്തെ ഉരുൾക്കൊഴിച്ചോ നിങ്ങളതായിരിക്കുന്ന ആ സങ്കടത്തെ ദൂരീകരിച്ച് നന്ദോണത്തിന്റെ നല്ല വഴിയേ തരാൻ ഈ ഭഗവാൻ ഉണ്ടായാൽ പോരെ, രക്ഷിച്ചെടുത്താ പോരെ. കഥാളിമാരെ രാണ്ടിലെ വിഷുക്കണി എന്ന പോലെ വലിയ കവിത എന്ന മക്കൾ എനക്ക് വേണ്ടിയിരിക്കുന്നതായ വാദ്യാലങ്കാരങ്ങളെ സാമവേദം ഉത്ഭവിച്ചിരിക്കുന്ന സംഗീതം അല്ലെ, ജയിക്കാന്ന് പറയുന്നത് അപ്രകാരം സംഗീതജ്ഞാന ഭക്തിവിന അല്ലെ. സംഗീതം പൂർണ്ണതയിലെത്തുന്നത് എങ്ങനെയാണ്? അതിന് ഭക്തി കലരുമ്പോഴല്ലേ, അങ്ങനെ ഇരിക്കുന്ന ഭക്തി കലർന്നത് തന്നെയല്ലേ നിങ്ങൾ അല്ലേ. അപ്രകാരം അല്ലേ കലത്തിങ്കിൽ നിന്നും അല്ലേ സംഗീതം ഉയർന്നത് അങ്ങനെയല്ലേ. എന്നതുപോലെ ഇടത്തെ കലത്തിന്റെ രക്തത്തിന്റെ ഗന്ധവും അല്ലെ ഇടയ്ക്ക് തന്നെ ആ പ്രാപ്തം തന്നെയല്ലേ നിങ്ങൾ അല്ലേ. അങ്ങനെ ഇരിക്കുന്ന ഒരു ബന്ധമുണ്ട് നാം അല്ലേ. രക്തത്തെ കളി ചെയ്യാതിരിക്കുന്ന ഒരു അനുഭവം പോലെ ചെറുപ്പത്തെ ഇവര് കുട്ടിപ്പനവേളമാർ നിങ്ങളായിരിക്കുന്ന ഗുരുമൂതാക്കന്മാരെ പോലെയാണെന്നും ഞാനെങ്ങനെയാ രക്തത്തെ കളി ചെയ്യാതിരിക്കുന്ന ഒരു അനുഭവം തന്നെയല്ലേ അതിരുന്നാണ് കണ്ട ദൈവേന വിളിക്കുന്ന കാലത്തിൽ ജയിച്ചിട്ട് വസ്ത്രത്തിനും പുത്രമോഷത്തിനും യാതൊരു മുഴുവരുത്താതെ എന്റെ മക്കളെ എപ്പോഴും ഉണ്ടായ പോലെ ഓം കാലാകാല കുട്ടികാല കൂട്ടി വിളിക്കാൻ 9 ഇല്ലത്തിന് അഭിമാനമുള്ള ദേവൻ അല്ലേ. ഓം കാലകാല കളികാല ഓടാകാല കുളമൂല കോടാല വിഗ്രഹാകാല മനുഷ്യപുറത്തേറി വരുന്ന കാല യമാകർമാല വധോലയ യമനാട് വലയകനാട് വിതർപ്പതി അഗ്രാകാല അത് കണ്ടകാകാലാകുക. അങ്ങനെ ഇരിക്കുന്ന ഭഗവാന പാത്രമായിരിക്കുന്ന ക്ഷേത്രത്തിനകത്ത് നിഗൂഢമായിരിക്കുന്ന ഊരിനീതി എന്നെ അവിടെ സേവിച്ചോ കൂടി ഉണ്ടാവും. എത്തിച്ചെടുത്താ പോലെ അല്പമായിട്ടിറക്കും വാദ്യാലങ്കാരങ്ങളെ അല്ലെ അല്പമായിരിക്കുന്ന പുസ്തകത്തെ ഞാൻ ചെയ്യുമ്പോ ഒന്ന് ലാളിച്ചു പോരട്ടോ ഞാൻ.